ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ നമ്മുടെ പുറകെ കാണുന്ന ഹിമാലയൻ ആണ് കേട്ടോ. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല വണ്ടി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടെ വെൽക്കം ടു എച്ച് വ്ലോഗ്സ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഹിമാലയൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 കേട്ടോ. വേറെ ലെവല് സാധനമാണ്. 2025 മോഡലിലെ സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. രക്ഷയില്ല, പുതിയ വണ്ടി. അതായത് അവൻ ഇറക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസം ആവുന്നതേ ഉള്ളൂ. നമ്പർ പ്ലേറ്റ് വരെ ഈ ആഴ്ചയാണ് അവന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു വണ്ടിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നമുക്ക് നോക്കാൻ നേരത്തെ തന്നെ കറക്റ്റ് ഇവിടെ ഒരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു വിൻഷീൽഡ്. അതിൻ്റെ താഴെ തന്നെ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എക്സ്ട്രാ ആക്സറീസ് വെച്ചാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഇതും ഗ്രില്ലും എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷൻ ഇങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ ക്രാഷ് ഗാർഡ് ഇങ്ങനെ ഇതുണ്ട്. ഭയങ്കരമായിട്ട് ഈ പ്രൊട്ടക്ഷൻ താഴെ വീണാലും വലിയ സീനൊന്നും വരത്തില്ല. അതേപോലെ ഷോക്കാണെങ്കിലും ഷോവയുടെ ഷോക്കാണ്. പിന്നെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് 200 mm ട്രാവലറും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ ഒരു കല്ലൊക്കെ തട്ടിയാലും ഇവിടെ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ ഒരു ഫൈബർ കോട്ടിങ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ അടിപൊളി ഒരു സാധനമാണ്. അതേപോലെ പണ്ടത്തെ നമ്മുടെ ഹിമാലയന് നമ്പർ പ്ലേറ്റ് ഉള്ളിലേക്കാണെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് ഇതിൽ അത് പരിഗണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി മുമ്പോട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൽഗാർഡ് വന്നിട്ടുണ്ട്, ഫൈബറിൻ്റെ ഒരു മൽഗാർഡ്. അത് ഈ കല്ലൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകാൻ നേരത്ത് കല്ലൊക്കെ തട്ടിയാലും മേളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. മറ്റേ X+ൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 230 mm ആണ് ഗൈസ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഓഫ് റോഡൊക്കെ പക്ക വണ്ടിയാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ടല്ലോ. സീറ്റ് വരുന്നത് 825 mm ആണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 805 mm തൊട്ട് 845 mm വരെ നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സീറ്റ്. അതായത് ഇവിടെ ഒരു കീ ഹോളുണ്ട്. കീ ഇതാക്കിയിട്ട് ഇതിങ്ങനെ ഒക്കെ ഇട്ടാൽ നമുക്ക് അതിൻ്റെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റ് വരുന്നത് 196 കിലോ. അതായത് ഇതിൻ്റെ അതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഇത് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 17 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പം 196 കിലോ ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ടയർ ഉണ്ടല്ലോ ഗൈസ്, 21 ഇഞ്ച് സ്പോക്ക് വീൽസാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീലാണ് കേട്ടോ. ബാക്കിലത്തെ ടയർ ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ഓഫ് റോഡിനൊക്കെ പറ്റുന്ന വേറെ ലെവല് ബാക്ക് ടയറൊക്കെയാണ്. നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും ഒരു തകരാറുകളും എനിക്ക് തോന്നുമായിരിക്കില്ലെന്ന്. അടിപൊളി ഒരു അത്രയ്ക്ക് ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, രക്ഷയില്ല. ഇതിൻ്റെ ഡിസ്ക് വരുന്നുണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ആണെങ്കിൽ 320 mm, ബാക്കിലത്തെ ആണെങ്കിൽ 270 mm ആണ് കേട്ടോ ഇതിൻ്റെ ഡിസ്ക് വരുന്നത്. രണ്ടും ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ വരുന്നത്. ABS ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു കുറവായിട്ട് തോന്നുന്നു, പക്ഷേ അടിപൊളിയാണ് സാധനം. ഇതിൻ്റെ എൻജിൻ നോക്കുവാണെങ്കിൽ 452 cc ലിക്വിഡ് കൂളിംഗ് എൻജിനാണ് കേട്ടോ വരുന്നത്. ഒരു രക്ഷയില്ല. കണ്ടോ ഫ്രണ്ടിലത്തെ ആ ഒരു ഇതൊക്കെ കണ്ടോ, രക്ഷയില്ല. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നോക്കി താഴത്ത് ഇതാണ് എക്സ്ട്രാ പിടിപ്പിച്ചാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ്, എൻജിൻ പ്രൊട്ടക്ഷൻ ഗാർഡ് എക്സ്ട്രാ വെച്ചാണ്. പിന്നെ ഇത് ഈ ഒരു ഗാർഡ് എക്സ്ട്രാ വെച്ചതാണ്. എൻ്റെ പൊന്നോ, എന്നാലും അതൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഈ മൽഗാർഡൊക്കെ ഫൈബറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസ് കുറവായിരിക്കുമല്ലോ. അപ്പം ഫൈബറിൻ്റെ ഒക്കെ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഗൈസ്, അതായത് ഈ വണ്ടിയുടെ അവനെടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പം അവനെടുത്തപ്പോൾ ഇതിന് ഏകദേശം 392-90 അതിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇതിൻ്റെ എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തിട്ടാണ് ഇത്രയൊക്കെ വന്നുള്ളൂ. 390. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ സൈലൻസർ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇതാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
എന്തെങ്കിലും നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഈ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് വരുന്നത് മീറ്റർ വരുന്നത് എൻ്റെ പൊന്ന് ഗൈസ്. ഇത് നമുക്കിങ്ങനെ ഇത് വേണമെങ്കിൽ ഡിജിറ്റൽ അല്ലേ, നമുക്കിത് ചേഞ്ച് ആക്കാൻ പറ്റും. ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ചേഞ്ച് ആവും. കണ്ടോ അനലോഗ് ആയില്ലേ ഇത്, അടിപൊളിയാണ്. നേരത്തെ ഡിജിറ്റലായിരുന്നു, ഇത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റലായി. അവിടെ എല്ലാ കാര്യങ്ങളും കാണിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഇതാണ് മീറ്ററാണ് കേട്ടോ ഇത്. മാപ്പും നമ്മൾ ഫോണുമായിട്ട് ഇതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പ് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാപ്പ് ഇടാൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് ഫോണൊക്കെ ഗൈസ് ഇതിന് ഞാൻ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ആപ്പില്ല, ഇതാണ് കേട്ടോ ഇതിൻ്റെ ആപ്പ്. ഇതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും അതായത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതായത് നോട്ടിഫിക്കേഷൻസ് മാത്രമേ വരത്തുള്ളൂ ഗൈസ്. അതായത് നമുക്ക് ഫോണൊക്കെ വരുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അത് ഈ കൾസർ വെച്ചിട്ട് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ടാകും. ഈ ജോയ്സ്റ്റിക്ക് വെച്ച് ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നേ. ഓക്കെ ഉണ്ടോ, എത്ര കിലോമീറ്റർ ഓടി, എന്താ കണക്റ്റ് ആയിട്ട് നാവിഗേഷൻ അറിയാൻ പറ്റും, ഏതാണ് ഫോൺ, അങ്ങനെയൊക്കെ ഓരോ മ്യൂസിക് വേണമെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കേൾക്കാനൊന്നും പറ്റത്തില്ല. ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഗൈസ്, നല്ലതായിട്ട് പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സ്വിച്ച് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങോട്ടാക്കിയ ഫോണാ ഗൈസ്. അടിപൊളി, ഭയങ്കര സൗണ്ടാണ് ഗൈസ്. ഇതിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ എവിടെയാണെന്നറിയാം എൻ്റെ ടെയിൽ ലൈറ്റ്, ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ടെയിൽ ലൈറ്റ്. അതായത് ടൈലൈറ്റ് ഇതിനകത്ത് ഉണ്ട്, ഞാൻ ടൈലൈറ്റ് കാണിച്ചു തരാം ഗൈസ്. ഇൻഡിക്കേറ്ററിലാണ് ഇതിൻ്റെ ടൈലൈറ്റ് വരുന്നത്. അതായത് ഡ്യൂക്കിലൊക്കെ അങ്ങനെ തന്നെ അല്ലായിരുന്നു വരുന്നുണ്ടിരുന്നത്, അതേപോലെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ്, ഈ സെൻട്രലിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ. അത് അടിപൊളി ഒരു ഫീച്ചറാണ്. ഇപ്പം എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഈ BMW അങ്ങനെയാണല്ലോ ഇപ്പം. BMW ബൈക്കിലും ബാക്കിയുള്ള പ്രീമിയം ബൈക്സിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അടിപൊളി. അത് നമ്മുടെ റോയൽ എൻഫീൽഡിൽ അത് ഹിമാലയനിലൊക്കെ വന്നു പറയുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ആ ഫീച്ചേഴ്സൊക്കെ അവരിങ്ങനെ എപ്പോഴും അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഗൈസ്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുകയാണ്. ഞാനൊന്ന് എടുത്ത് ഗൈസ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ലെന്നല്ല ഗൈസ്, ഞാനേ ഹാഫ് മെറ്റർ വിറ്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാധനം ഫസ്റ്റ് ഞാൻ എടുത്തു, കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓഫായി പോകും. അതല്ലേ എനിക്ക് ഓടിക്കാറിയായിട്ടാണ്. 3 പ്രാവശ്യം എടുക്കും. ഇതിനകത്ത് ഒരു പ്രത്യേകത എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഗൈസ്, ഒരു വയറ് പോലും പുറത്ത് ചെയ്തിട്ടില്ല. നോക്കിയേ, എന്തെങ്കിലും ഒരു വയറ് കൂടെ കാണാം നിങ്ങൾക്ക്. എല്ലാ അകത്തും നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നോക്കിയേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞുള്ളത് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.